കോളിളക്കം സൃഷ്ടിക്കുന്ന വാർത്തകളും ആരോപണങ്ങളുമായി ഇപ്പോൾ മലയാള സിനിമയും മലയാള മാധ്യമങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ താരം നമ്മുടെ രഞ്ജിത്ത് തന്നെ. എന്നാലും ഈ വാർത്ത ഇത്തിരി കൂടിപ്പോയില്ലേ എന്നാണ് പലരും പറയുന്നത്, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർ. ആണത്തത്തിന്റെയും പൗരുഷത്തിന്റെയും മൂർത്തിഭാവങ്ങളായ കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സംഭാവന ചെയ്ത മലയാള പൗരുഷത്തിന്റെ ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റർ ഇങ്ങനെ ഒരാളായിരുന്നു എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നത്. രഞ്ജിയേട്ടന്റെ കഥാപാത്രങ്ങളെ കണ്ട് കാൽമടക്കി തൊഴിക്കാൻ മാത്രം പെണ്ണുങ്ങളെ കിട്ടിയ മലയാള പൗരുഷ ശിരോമണികൾ എല്ലാം മൂക്കത്ത് വിരൽ വെച്ച് ഷൊർണൂർ പാലത്തിന്റെ മുകളിൽ നിൽക്കുകയാണ്. തന്റെ ഉള്ളിൽ രഞ്ജിത്തിനെ തൃപ്തിപ്പെടുത്താൻ താൻ തന്നെ തന്റെ സ്വപ്നങ്ങളിൽ കണ്ട പൗരുഷ ശിരോമണികളെ തൂലിക തുമ്പിൽ ആവാഹിച്ച് അത് തിരശ്ശീലയിൽ എത്തിച്ച് മഹാനടന്മാരുടെ ഭാവചലനങ്ങളിൽ തന്നെ സ്വയം കണ്ട് ആസ്വദിക്കുന്ന ഒരുതരം ഉന്മാദചിത്തമായ അവസ്ഥ. മംഗലശ്ശേരി നീലകണ്ഠനും നീലഗിരിയിലെ ശിവനും ദാ അവസാനം പുത്തൻപടത്തിലെ ഷേനായി വരെ പൗരുഷത്തിന്റെ മൂർത്തിഭാവങ്ങൾ, വെട്ടിയൊതുക്കിയ മീശയോടും താടിയോടും വരെ പുച്ഛം തോന്നുന്ന തരത്തിലുള്ള പൗരുഷ കഥാപാത്രങ്ങൾ. രാവണപ്രഭുവിലെ എൻ വർഗീസിന്റെ പോളേട്ടനോട് മംഗലശ്ശേരി കാർത്തികേയൻ പറയുന്ന പോലെ, ഇന്ന് തന്റെ അല്ലേ, ഇവിടെ സ്റ്റാഫ് ഒന്നുമില്ലല്ലോ, നമുക്ക് രണ്ടുപേർക്കും കൂടി സവാരി ഗിരിഗിരി. തന്റെ കഥാപാത്രമായ രഘുനന്ദനിൽ സ്വയം പ്രാണപ്രതിഷ്ഠ നടത്തി ഭീമൻ രഘുവിനെയും സുരേഷ് ഗോപിയെയും കുറ്റം പറഞ്ഞ് മോഹൻലാലിനെ പുച്ഛിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കാവലാളായി